തൂമ്പക്കൽ ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന പശുക്കളെല്ലാം യാതൊരു കുഴപ്പവും ഇല്ലാത്ത 2 കൊമ്പും 4 മുലയും വാലുമുള്ള പശുക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പശുവിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ പശുവിൻ്റെ പേരാണ് ഞങ്ങളിവിടെ വിളിക്കുന്നത് ഗോമതി എന്നാണ്. ഇവള് 2ാമത്തെ പ്രസവം പ്രസവിച്ച് നിൽക്കുകയാണ്. 3ാമത്തെ ചെനയുമുണ്ട്. ഇനി നമുക്ക് ഈ പശുവിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഈ പശുവിനെ ഞാൻ 1ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2ാമത്തെ ചെനയിൽ ഏതാണ്ട് 4 മാസം ചെനയുള്ള സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവർക്ക് കന്നി പ്രസവത്തിന് ഈ പശുവിന് 11 ലിറ്റർ പാൽ കിട്ടിയ പശുവായിരുന്നു. ഒരു നല്ല ബ്രീഡാണ്. ഈ പശു ഏതാണ് ഇപ്പോൾ നമ്മൾ പറയും മുക്കൂട്ടെന്ന് പറയും. ജേഴ്സി, HF, സിന്ധ്. ഈ സിന്ധ് പശുക്കളുടെ പ്രത്യേകതയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കണ്ട പൂക്കൾ ഇങ്ങനെ തുടിഞ്ഞു കിടക്കും കണ്ടോ. കണ്ട് മനസ്സിലാക്കിക്കോളുക. ഓരോ പശുക്കളെ കണ്ട് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വിസ് ബ്രൗൺ, ജേഴ്സി, സിന്ധ് കണ്ടോ. ഈ പശുവിനെ ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞ 5 മാസം ചെനയുള്ള സമയത്ത് ഞാനൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പശുവിൻ്റെ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇടക്കറ പശുക്കളെ മേടിക്കുമ്പോഴത്തേക്കിന് ഏത് സൈഡിലിരുന്നാണ് കറക്കുന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കണം. അതിൻ്റെ സൈഡ് കറക്കുന്ന ഒരു ശകല ഇളക്കം കൂടിയ പശുവായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ കച്ചവടമായിരുന്നത് കച്ചവടക്കാരൻ മേടിച്ചിട്ട് കശാപ്പുകാരൻ കൊണ്ടുപോയിട്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, 5ാം മാസം ജനയുള്ള പശുവായിരുന്നു. ഭയങ്കര സുന്ദരി പശുവായിരുന്നു. കശാപ്പുകാരന് കൊടുക്കാനായിട്ടുള്ള ഒരു കച്ചവടമായിരുന്നു നടന്നത്. ഞാൻ അവിടെ നിന്ന് തന്നെ 35,000 രൂപയ്ക്ക് അന്ന് മേടിച്ചതാണ്. ഇവിടെ വന്നപ്പോൾ ഏകദേശം 6 ലിറ്റർ പാൽ ഒരു നേരം കിട്ടുന്നുണ്ടായിരുന്നു. 6-3 പാലുണ്ടായിരുന്നു. അന്നേരപ്പോൾ ഈ പശു കറക്കാനൊക്കെ മറ്റും ചില പ്രശ്നങ്ങളൊക്കെ മറ്റും കാണിച്ചു. അങ്ങനെ അതവിടെ മറിഞ്ഞു വീണ്ടാണ് അതിൻ്റെ കൊമ്പൊടിച്ച് കളഞ്ഞത്. പറഞ്ഞാൽ ശകലം അനുസരണയില്ലായിരുന്നു. ഞാൻ ഇരുന്ന് കറക്കുന്ന സൈഡുകളൊക്കെ മറ്റും മാറിപ്പോവായിരുന്നു. അപ്പോൾ ഈ പശുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ 4 മുലയിൽ നിന്നും ഒരുപോലെ പാല് കിട്ടുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളതൊരു വലിച്ചു നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു കച്ചവടം ചെയ്ത പറമ്പിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു മുല വലിക്കുമ്പോഴേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത്, നമുക്കറിയാം 4 മുലയും കറക്കുമ്പോൾ ഒരു മുല കറക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പാല് ചാടുമായിരുന്നു. സ്പ്രേ ചെയ്ത് പാല് ചാടിയ സമയത്ത് എനിക്കറിയാം അതിനെന്തോ ഒരു തകരാറുണ്ട്. ഈ എന്താണ് അതിൻ്റെ ഒരു മുലയ്ക്ക് ഈ അല്പം ദശ വളരുന്ന ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാം അത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം അതിനെ അധികം കറന്നില്ല. ഒരു 6 മാസം വരെ കറവ് വിട്ടു. ഞാൻ കറവ് വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊമ്പ് തല്ലി ഓടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പശുവോടൊന്ന് വീണ്ടും ചെന നിറഞ്ഞ് പ്രസവിച്ചു. പശു പ്രസവിച്ചപ്പോഴേക്കും ഒരു മുലയിൽ എന്ത് ചെയ്താലും പാല് പോരത്തില്ല. ഒരു മുല ഇറച്ചി കയറി ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു. പാല് പോരത്തില്ല. നമുക്കത് പശു നല്ല രീതിയിൽ കൂടെ മടി ഇറങ്ങി നമുക്കൊരു 12 ലിറ്റർ പാലിലൊട്ടും കുറയുക. ഒരു 12 വിട്ട് നമുക്കൊരു 20 ലിറ്റർ പാലിനടുത്ത് കിട്ടേണ്ട ഒരു പശുവായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോഴേക്കും ഈ ഒരു മുലക്കാമ്പിൽ നിന്നും പാല് പോരുന്നില്ല. ഞാൻ പിറ്റേ ദിവസം ആയപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ച് ഒന്ന് പൊട്ടിച്ചു വിട്ടിട്ട് രക്ഷയൊന്നുമില്ല. പാല് പോരത്തില്ല. പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പണിയാൻ പോയാൽ ഭയങ്കര പണിയാണ്. നമുക്കൊരു ഫാമിലൊന്നും മറ്റും നമുക്കിങ്ങനെയുള്ള പശുക്കളൊന്നും പണിതെടുക്കാനും മരുന്നുകളെല്ലാം കയറ്റി നിർത്താനൊന്നും നമുക്ക് പറ്റുകയില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ആ മുല അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അത് പറഞ്ഞു വന്നത് ഈ പശുവിൻ്റെ ഗുണമാണ് വീണ്ടും പറഞ്ഞത്. പശുവിന് 9.5 ലിറ്റർ പാല് ഈ 3 മുലയിൽ നിന്ന് 9.5 ലിറ്റർ പാല് കിട്ടി. 9.5 ലിറ്റർ പാല് വൈകിട്ട് ഏകദേശം ഒരു 5 ലിറ്റർ പാലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇത്രയും നല്ല കൊഴുപ്പുള്ള പാലും നല്ല പശു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതിനെ സാധാരണഗതിയിൽ ആരാണെങ്കിലും ഈ പശുവിനെ ഈ കറവ കഴിയുമ്പോൾ തന്നെ അത് നല്ല തടിപ്പുറത്ത് അതിനെ അന്നേരം തന്നെ പിടിച്ചേർക്കാൻ അറപ്പുകാർക്ക് കൊടുത്തേക്കും. ഇതിനാ സുഹൃത്തുക്കളെ നമ്മൾ ഇത്രയും നല്ല പശുക്കളെ ഇങ്ങനെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ അറപ്പുകാർക്ക് കൊടുക്കുന്നത്. ഞാൻ അതിനെ വീണ്ടും 3 മാസം കഴിയുമ്പോൾ നമുക്ക് മതി ഇളകി ഞാൻ അവളെ ഇൻസെമിനേറ്റ് ചെയ്തു. ഇപ്പോൾ അതിന് 4 മാസം ചെനയായിട്ട് നിൽക്കുകയാണ്. എനിക്കിപ്പോൾ രാവിലെ ഒരു 6.5 ലിറ്റർ പാലും വൈകിട്ടൊരു 4 ലിറ്റർ പാലും ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇപ്പം 4ാം മാസം ചെനയാണ്. ഒരു കൊമ്പ് പോയെന്നോ ഒരു മുല പോയെന്നോ എന്നൊന്നും കൊണ്ടൊന്നും ഒരു പശുവിൻ്റെ ഗുണം മുഴുവൻ നശിച്ച് പോകാൻ പോകുന്നില്ല. ഒട്ടനെ തന്നെ നമ്മൾ ആ പശുവിനെ പിടിച്ച് അറക്കാൻ കൊടുക്കുകയും വേണ്ട. ഞാൻ ഈ പശുവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും.
ഞാൻ മാക്സിമം ഇതിനെ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ കുറേ കറവകൾ എടുത്തിട്ട് മാത്രമേ ഈ പശുവിനെ ഞാൻ കളയുകയുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ എടുക്കണം. ഒരു പശുവിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടാൽ അന്നേരം ആ പശുവിനെ പിടിച്ച് അറപ്പുകാർക്ക് കൊടുത്ത് അറക്കാൻ വിടുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഈ മുല ചുരുങ്ങിക്കിടന്ന കാര്യം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അകിട് വീക്കം വരുന്ന പശുക്കൾക്ക് നമ്മൾ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാലും ചില അകിട് വീക്കങ്ങൾക്ക് ആ മുലക്കാമ്പിൽ പാല് വളരെ കുറയുമ്പോഴത്തേക്കിനും ഏകദേശം അതിങ്ങനെ ഒട്ടിക്കിടക്കാറുണ്ട്. എന്നാലും നമ്മൾ നല്ല രീതിയിൽ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പശു ആകുമ്പോഴേക്കും അത് പിറ്റേ പ്രസവത്തിന് അതിൻ്റെ 4 കാമ്പിലും ഒരുപോലെ പാലായിക്കോളും. ഒന്നും പേടിക്കണ്ട. എനിക്ക് പല പശുക്കളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് പറ്റുകാല ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് പശുക്കളുടെ കറവ് നിർത്തുന്ന നേരത്തെ ഒരു ട്യൂബ് കയറ്റിയിടുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി നാളെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാം. ട്യൂബ് കയറ്റി നാളെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് പറ്റുകാല ചികിത്സ എന്നുള്ള നാളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഒരു പശുവിൻ്റെ ഒരു മുല പോയി എന്നുകൊണ്ടോ നമ്മളൊരു പശുവിനെ പിടിച്ച് അറക്കാൻ കൊടുക്കണ്ട. പ്രത്യേകിച്ചും അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു പ്രത്യുൽപാദന ശേഷി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്നാ പറയുന്ന മൊത്തത്തിലുള്ള ആ ഒരു പ്രായക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു പശുവിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുവാനായിട്ട്. ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കാണിക്കുന്ന ഓരോ വീഡിയോസും മുഴുവനായിട്ടും വീഡിയോ കാണുക. ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതിനകത്തെ നല്ല വശങ്ങൾ മുഴുവൻ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ ഓരോ കമൻറ്റിനനുസരിച്ചായിരിക്കും ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ ഒരു 6 കമൻറ്റിന് മാത്രം വന്നിരിപ്പുണ്ട്. 6 വീഡിയോ ചെയ്യാനുള്ള കമൻറ്റുകൾ വന്നിരിപ്പുണ്ട്. നിങ്ങളാരും പേടിക്കണ്ട. എന്നോട് ചിലരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ കമൻറ്റ് വെച്ചൊരു വീഡിയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ. നിങ്ങൾ വിഷമിക്കണ്ട. ഏതായാലും ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവരാണ്. പുറകെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എനിക്കറിയാം നിങ്ങളെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ക്ഷീരകർഷകരെയും ഞാൻ അതിയായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും അതിനപ്പുറത്ത് കാണുന്ന ബെൽ എന്നൊരു ഓപ്ഷനിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അവരൊക്കെ വേണ്ടി നല്ല ക്ഷീരകർഷകരായി തീരട്ടെ. അവർക്കൊക്കെ വേണ്ടി നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.